ഹലോ ഗൈസ്, അപ്പം രാവിലെ തന്നെ ഇന്ന് വെള്ളിയാഴ്ച ആയതുകൊണ്ട് രാവിലെ നമ്മുടെ ഇവിടെ കർളരിക്കൽ അമ്പലമുണ്ട്, കാവാണത് കേട്ടോ. അപ്പോൾ അവിടെ ഒന്ന് പോയി തൊഴാമെന്ന് വിചാരിച്ചാണ് പോവാണ്. ഇപ്പം അമ്പലത്തിൽ ചെന്ന് അമ്പലത്തിലൊക്കെ ഒന്ന് തൊഴുത് നല്ല രസം കേട്ടോ, നല്ല ഭംഗിയാണ് അവിടെ കാണാനായിട്ട്. കുഞ്ഞു ചെറിയൊരു കാവ്. രാവിലെ അമ്പലത്തിലൊക്കെ പോയതിനു ശേഷം ഞാനൊരു കറി ഉണ്ടാക്കാമല്ലോ എന്ന് വിചാരിച്ച് പോവാണ്. അപ്പോഴത്തേക്ക് നമ്മുടെ വീട്ടിൽ എപ്പോഴും വരുന്നൊരു പൂച്ചക്കുട്ടിയാണിത്. അവനെ കളിപ്പിച്ചിട്ട് കുറച്ച് നേരം ഇവിടെ 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 ആഹാ കൊള്ളാലോ. എന്താണ് എന്ത് പറ്റി? അപ്പോൾ ഇന്നത്തെ കറി എന്താ സ്പെഷ്യൽ എന്ന് വെച്ചാൽ, നമ്മൾ ഈ ഗുരുവായൂർ അമ്പലത്തിൽ പോകുമ്പോഴും അവിടുത്തെ അന്നദാനത്തിൽ ഒരു രസകാളൻ എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. ആ കൂട്ടാൻ ശരിക്കും ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. അത് ഗുരുവായൂരപ്പൻ്റെ കലവറയിൽ ഉണ്ടാക്കുന്നതുകൊണ്ട്, ഗുരുവായൂരപ്പനെ നേദിക്കുന്നതുകൊണ്ട് അതിനൊരു പ്രത്യേക ടേസ്റ്റുണ്ട്, മണമൊക്കെ ഉണ്ട്. പക്ഷേ നമ്മൾ വീട്ടിലുണ്ടാക്കുമ്പം ആ ഒരു ടേസ്റ്റ് കിട്ടണം എന്നില്ല. പിന്നെ ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടെങ്കിൽ ചിലപ്പോൾ കിട്ടും. അപ്പോൾ അതിൻ്റെ ഒരു റെസിപ്പി എനിക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാനത് ഒന്ന് വെച്ച് നോക്കട്ടെ. അപ്പോൾ അത് നിങ്ങളെയും കൂടെ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു. ഞാൻ ഒരു പ്രാവശ്യം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു, പക്ഷേ എനിക്ക് അവിടെ കഴിച്ച ആ ഒരു തൃപ്തിയൊന്നും എനിക്ക് കിട്ടിയില്ല. എന്നാലും ഞാൻ ഒന്നും കൂടെ ഒന്ന് ഉണ്ടാക്കി നോക്കട്ടെ. അപ്പോൾ അത് ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങളും കൂടെ ഒക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ. വളരെ നല്ലൊരു കറിയാണ്. അപ്പോൾ നമുക്കത് ഉണ്ടാക്കാൻ പോയാലോ? വാ. അപ്പോൾ അതിന് ആവശ്യമായ സാധനം എന്ന് പറയുന്നത് ഈ ഒരു പീസ് കുമ്പളങ്ങയും ഈ ഒരു ചെറിയ പീസ് മത്തങ്ങയും ഉണ്ട്. പച്ചമുളക് 2 വേണം. അപ്പം ഇത് ഞാൻ അരിഞ്ഞ് റെഡിയാക്കട്ടെ. അപ്പോൾ ഇത് നമുക്ക് ചെറിയ കഷ്ണങ്ങളാക്കി എടുക്കാം. ഇപ്പോൾ ഇത് ഇങ്ങനെ ചെറിയ പീസസ് ആക്കിയാൽ മതിയേ. ഒരുപാട് വലിയ പീസല്ല, ഇതുപോലെ. അതുപോലെ തന്നെയാണ് നമ്മുടെ ഈ കുമ്പളങ്ങയും ആ ഒരു രീതിയിൽ തന്നെ നമ്മൾ കട്ട് ചെയ്ത് എടുക്കാം. അപ്പോൾ കോളേജ് കൂടെ ഓടി 2 പിള്ളേരും കൂടെ ഓടി വന്നു കേട്ടോ. ഇവനാണ് റോണി. ചോറുണ്ടോടാ? ചോറ് തരട്ടെ? എന്നാ വാ. ആർക്കാ ചോറ് വേണ്ടേ? അവിടെ നിൽക്കാൻ കൊണ്ടുവരാം. അപ്പം നമുക്കിത് ഈ കഷ്ണങ്ങളെല്ലാം നമുക്ക് വൃത്തിയായിട്ട് കഴുകിയെടുക്കണേ. ഞാനിത് അരിയുന്നതിന് മുമ്പ് കഴുകിയില്ല കേട്ടോ, അതുകൊണ്ടാണ് അങ്ങനെ കഴുകുന്നത്. അപ്പോൾ ഞാൻ ഈ രസകാളൻ ഉണ്ടാക്കുന്നത് ഈ ഒരു പാത്രത്തിലാണ് കേട്ടോ. എനിക്ക് കുക്കറിൽ വെക്കുന്നത് ഇഷ്ടമില്ല, അപ്പോൾ ഞാൻ ഈ പാത്രത്തിലാണിത് വെക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഗ്യാസ് വെച്ച് വെക്കാം. ആദ്യം അപ്പം നമുക്ക് ഈ കഷ്ണങ്ങളെല്ലാം നമുക്ക് ഇതിൻ്റെ ഇട്ട് കൊടുക്കാം കേട്ടോ. ഈ കഷ്ണങ്ങളിട്ടു. പിന്നെ അതിൻ്റെ കൂടെ നമുക്ക് ക്രഷ് മുളക്, ഇത് കേട്ടോ, ഈ മുളകില്ലേ ക്രഷ്ഡ്, അതൊരു കുറച്ച്. ഒത്തിരി എരിവ് വേണ്ടാത്തതൊന്നും ഒരുപാട് ഉപയോഗിക്കരുത്. എനിക്കിവിടെ ഒത്തിരി എരിവൊന്നും വേണ്ട, അതുകൊണ്ട് ഞാൻ കുറച്ചേ ഉപയോഗിക്കത്തുള്ളൂ. പിന്നെ വേണ്ടത് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾ പൊടി. പിന്നെ വേണ്ടത് 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയാണ്. കാശ്മീരി മുളക് പൊടി. പിന്നെ
പിന്നെ നമുക്ക് വേണ്ട സാധനം എന്ന് പറയുന്നത് കുരുമുളക് പൊടി. ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി വേണം. ഞാൻ 1 ടീസ്പൂണൊന്നും ഇടത്തില്ല കേട്ടോ. അത് എനിക്ക് അത്രയും എരിവ് വേണ്ടാത്തതുകൊണ്ട് ഞാൻ അതും കുറച്ചേ ഉപയോഗിക്കാറുള്ളൂ. പിന്നെ നമുക്ക് വേണ്ടത് ഉലുവ. ഞാൻ വറുത്ത് പൊടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. ഈ ഉലുവപ്പൊടി ഇല്ലായിരുന്നുള്ളത് ഞാൻ ഉലുവ നന്നായിട്ട് വറുത്ത് പൊടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അതും കൂടെ ഒരു 3/4 ടീസ്പൂൺ ഇട്ടിട്ടുള്ളൂ. അതും കൂടെ ഇട്ടു. പിന്നെ നമുക്ക് വേണ്ടത് കറിവേപ്പില, പിന്നെ 2 പച്ചമുളക്. 2 ഞാൻ അതിനും ചേർക്കത്തില്ല, കാരണം എനിക്ക് ഭയങ്കര എരിവാട്ടോ. അതുകൊണ്ട് അതും ചേർക്കത്തില്ല. പച്ചമുളക് ഒത്തിരി ഒരു 1.5 എണ്ണം ചേർത്തിട്ടുള്ളൂ. പിന്നെ നമുക്ക് വേണ്ട ഒരു സാധനം വരുന്നത് ഒരു 30 ഗ്രാം ശർക്കര, അതേ ഉള്ളൂ. പിന്നെ വേണ്ടത് ഒരു 1/2 കപ്പ് തൈര്. തൈരും. പിന്നെ നമുക്ക് വേണ്ടത് 1 കപ്പ് വെള്ളവും കൂടിയാണ്. ഞാൻ ആ ഗ്ലാസ്സിൽ തന്നെ വെള്ളവും കൂടി എടുത്തു. വെള്ളവും കൂടി ഞാൻ ഒഴിച്ചിട്ട് നന്നായിട്ട് ഇത് ഇളക്കണം. ഇളക്കി നമുക്കിത് ഇരിക്കട്ടെ. അപ്പം നമുക്കിനി അടുത്തത് വേണ്ടത് ഈ കൂട്ടിലേക്കൊരു തേങ്ങ അരച്ച് ചേർക്കണം. അതിന് വേണ്ടിയിട്ട് ഞാൻ 1 മുറി തേങ്ങ എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് ഈ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ അതിൻ്റെ കൂടെ ഇനി അടുത്ത് ചേർക്കാൻ പോകുന്നത് കുറച്ച് ജീരകമാണ്. ജീരകമോ ജീരകപ്പൊടിയോ ചേർക്കാം നമുക്ക്. പിന്നെ വേണ്ടത് വീണ്ടും നമ്മൾ ഇതിലേക്ക് ഒരു 1/2 കപ്പ് തൈരും കൂടെ ചേർക്കുന്നുണ്ട്. ഇത്രയും ഇതും കൂടെ ചേർത്ത് നമുക്ക് നന്നായിട്ട് ഇത് അരച്ചെടുക്കണം. ഓക്കെ, അപ്പോൾ അത് നന്നായിട്ട് അരച്ചുകൊണ്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഇതിൻ്റെ മൂടി ഒന്ന് എടുത്ത് നോക്കാം കേട്ടോ. അപ്പോൾ ഇത് നന്നായിട്ട് വെന്തിട്ടുണ്ടോ എന്ന് നോക്കട്ടെ. അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു 20 മിനിറ്റോളം ഞാനിത് എടുത്തു കേട്ടോ, ഈ കഷ്ണങ്ങളൊന്ന് വേവിച്ച് എടുക്കാനായിട്ട്. അപ്പം നമുക്കിത് ചെറുതായിട്ട് ഇതിങ്ങനെ ഒന്ന് ഉടച്ച് കൊടുക്കാം. അപ്പം നമ്മളിത് ഉടച്ചതിന് ശേഷം നമ്മളിപ്പോൾ അരച്ച് വെച്ചിരിക്കുന്ന ആ ഒരു കൂട്ടുണ്ടല്ലോ, അത് നമുക്ക് ഈ കഷ്ണത്തിലേക്ക് ഇട്ട് കൊടുക്കണം. ഈ കഷ്ണത്തിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം. നമ്മൾ മിക്സി കഴുകിയ ഇച്ചിരി വെള്ളവും കൂടെ ഒഴിച്ച് നന്നായിട്ട് ഇളക്കാം. ചെറുതായിട്ടിങ്ങനെ ഒത്തിരി തിളയ്ക്കൊന്നും വേണ്ട, ചെറുതായിട്ടൊന്ന് തിള പൊട്ടി വരുമ്പോൾ നമുക്ക് ഇതിൻ്റെ അകത്തോട്ട് നമുക്ക് ചേർക്കേണ്ടത് 1/2 കപ്പ് തൈരും കൂടെ ചേർക്കണം. ടോട്ടലി നമ്മൾ ഇതിനകത്ത് 3 കപ്പ് ഞാൻ എടുത്ത ഗ്ലാസ് കണ്ടില്ലേ, ആ കപ്പിന് 3 കപ്പ് തൈരോളം നമ്മൾ ഇതിൻ്റെ അകത്ത് ചേർത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ അകത്ത് ഉപ്പ് ഇട്ടിട്ടില്ല. അപ്പം നമ്മൾ ഈ സമയത്ത് നമുക്ക് ഉപ്പിട്ട് എരിവൊക്കെ കറക്റ്റാണ്, എരിവും മധുരവും ഒക്കെ കറക്റ്റാണ്. ഇനി നമുക്ക് കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. ഇത് ഇപ്പോൾ ഒരു ചെറിയൊരു തിള പൊട്ടി വരട്ടെ. ശരിക്കും ഞാൻ ഈ കറി ഉണ്ടാക്കുന്ന സമയത്ത് ഞാൻ ഇതിൻ്റെ ആ മണമൊക്കെ ഞാൻ ആദ്യമേ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, ഗുരുവായൂർ ആ ഒരു മണമൊക്കെ ശരിക്കും നമുക്ക് കിട്ടി. അപ്പം ഞാൻ ഭഗവാന്റെ ഒരു ചെറിയൊരു പാട്ടും കൂടെ പാടട്ടെ. ഒരു നേരമെങ്കിലും കാണാതെ വയ്യൻ്റെ ഗുരുവായൂരപ്പാ നിൻ ദിവ്യരൂപം. ഒരു നേരമെങ്കിലും കാണാതെ വയ്യൻ്റെ
ഗുരുവായൂരപ്പാ നിൻ ദിവ്യരൂപം ഒരു മാത്രയെങ്കിലും കേൾക്കാതെ വയ്യ നിൻ മുരളി പൊഴിക്കുന്ന ഗാനാലാപം മുരളി പൊഴിക്കുന്ന ഗാനാലാപം ഒരു നേരമെങ്കിലും കാണാതെ വയ്യൻ്റെ ഗുരുവായൂരപ്പാ നിൻ ദിവ്യരൂപം ഹരിനാമ കീർത്തനം ഉണരും പുലരിയിൽ ഹരിനാമ കീർത്തനം ഉണരും പുലരിയിൽ തിരുവാക ചാർത്തു ഞാൻ ഓർത്തു പോകും ഒരു ബലിയെങ്ങാനും കാണുമ്പോൾ അവിടുത്തെ തിരുമുടി കൺമുന്നിൽ നിന്നിമായും തിരുമുടി കൺമുന്നിൽ നിന്നിമായും ഒരു നേരമെങ്കിലും കാണാതെ വയ്യ നിൻ ഗുരുവായൂരപ്പാ നിൻ ദിവ്യരൂപം. അപ്പം നമുക്കിത് നന്നായിട്ടിത് തിളച്ചിട്ടുണ്ട്. ഇതിൻ്റെ അകത്തോട്ട് നമുക്ക് 1 കപ്പ് തൈരും കൂടെ ചേർത്ത് കൊടുക്കാം. ഞാൻ 1 കപ്പ് 1 കപ്പില്ല, ഒരു 3/4 കപ്പ് കേട്ടോ. അതും കൂടെ നമുക്ക് ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാം. ഈ തൈര് ചേർത്തിട്ട് നമുക്ക് ഈ ഗ്യാസ് അങ്ങ് ഓഫ് ചെയ്തേക്കാവേ. അതായത് ലാസ്റ്റ് നമ്മൾ തൈര് ചേർത്തതിന് ശേഷം നമ്മൾ ഒരുപാട് തിളയ്ക്കാൻ പാടില്ല. അപ്പം ഇത് നമുക്ക് മൂടി വെച്ചതിന് ശേഷം ഇതിൻ്റെ അകത്ത് ചേർക്കുന്ന ഒരു കടുക് വറയുണ്ട്. അപ്പോൾ അതും കൂടെ നമുക്ക് ഇതിൻ്റെ അകത്ത് ചേർത്ത് കൊടുക്കാവേ. അപ്പോൾ കടുക് വറുക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു കുഞ്ഞ് ചിരിച്ചിട്ട് വെച്ച് കൊടുത്തു. അതിൻ്റെ അകത്തോട്ട് നമുക്ക് ഒരു ചെറിയ പീസ് ബട്ടറാണ് ഇടേണ്ടത്, ചൂടാകില്ല അതുകൊണ്ട് കേട്ടോ. അപ്പോൾ അതൊന്ന് ചൂടായി വരുമ്പോൾ കുറച്ചൊരു വെളിച്ചെണ്ണ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. അതൊന്ന് ചൂടായി വരുമ്പോൾ ഈ ബട്ടറും കൂടെ അത് എണ്ണ ചൂടായി ഇതിൻ്റെ കൂടെ നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമ്മൾ കുറച്ച് ക്രഷ്ഡ് മുളകുണ്ടാകുന്നത് അത് കുറച്ചിട്ടു. പിന്നെ നമുക്ക് വേണ്ട കറിവേപ്പില. ഇത്രയും ചേർത്തൊന്ന് മൂപ്പിച്ചതിന് ശേഷം നമുക്ക് ഈ കറിക്കകത്തോട്ട് ചേർത്ത് കൊടുക്കാവേ. അപ്പം നമുക്കിത് ഇതിൻ്റെ അകത്തോട്ട് ഇത് ചേർക്കാവേ. ഇത് ചേർത്തിട്ട് ജസ്റ്റ് നമ്മളൊന്ന് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഒരു 10-15 മിനിറ്റിന് ശേഷം നമ്മൾ ഇതെടുത്ത് ഇതിൻ്റെ മൂടിയൊക്കെ ഒന്ന് മാറ്റി നമുക്ക് ഇതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണം. അതിന് മുമ്പ് നമ്മൾ ഭഗവാന് വേണ്ടിയിട്ട് ഭഗവാന്റെ അവിടെ കിട്ടുന്ന ഒരു കറിയാണല്ലോ. അപ്പോൾ ഭഗവാന് വേണ്ടിയിട്ട് നമ്മളൊരു ഇച്ചിരി എടുത്ത് മാറ്റി വെക്കാം. എന്നിട്ട് നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഈ കറി ഇരിക്കും തോറും ഇതിൻ്റെ ടേസ്റ്റ് നല്ല അടിപൊളിയായിട്ട് വർദ്ധിക്കുമെന്നാണ്. അങ്ങനെയാണ് അടിപൊളി, സൂപ്പർ. അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ എൻ്റെ ഇന്നത്തെ കുക്കിംഗ് പരീക്ഷണങ്ങളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, കൂടാതെ കമൻറ്റും കൂടെ ചെയ്യണം കേട്ടോ. ഓക്കെ.